പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 9 തിങ്കൾ. പ്രധാന വാർത്തകൾ. ബലിപെരുന്നാൾ അവധി ഇന്ന് അവസാനിക്കും. ഒഴിവു ദിനങ്ങൾ ആഘോഷപൂർവ്വം ചെലവഴിച്ച് ഒമാനിലെ സ്വദേശികളും വിദേശികളും. നിരവധി ആഘോഷ പരിപാടികളാണ് അധികൃതരുടെ നേതൃത്വത്തിലും വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നത്. വരും ദിവസങ്ങളിലും രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികൾ തുടരും. വരുന്ന വാരാന്ത്യങ്ങളിലും വ്യത്യസ്ത പരിപാടികളാണ് അരങ്ങേറാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മുസന്തം ഗവർണറേറ്റിലെ ലിമയിലെ നിയാബത്തിൽ വ്യാപക നാശനഷ്ടം. വീടുകൾ തകരുകയും റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് പ്രദേശത്ത് കനത്ത മഴ ലഭിച്ചത്. വാദി അൽ ഖബ, വാദി അൽ അഖൂബ്, വാദി അൽ അഖ്, വാദി അൽ ഖബൻ, ഗർത്തൂം, അൽ അസ്ഫർ, വാദി അൽ ഖസീദ എന്നിവയുൾപ്പെടെ വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. സൂർ അൽ സബാബ, അൽ അഖാബ്, അൽ ഹീന എന്നീ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. അപൂർവമായ കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ലിമയിലെ നിയാബത്തിൽ ഉണ്ടായതെന്ന് ഗസബ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഷൊഹി പറഞ്ഞു. കനത്ത മഴയിൽ തകർന്ന റോഡുകൾ ഗസബ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൗരന്മാരുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റി മറ്റു കമ്പനികളുടെ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നിരവധി വിലായത്തുകളിലും ശനിയാഴ്ച കനത്ത മഴ ലഭിച്ചു. ഹൃദയാഘാതം മൂലം മലയാളി ഡോക്ടർ ഒമാനിൽ നിര്യാതനായി. ഗുബ്ര നവംബർ 18 സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന കോയമ്പത്തൂർ ആയുർവേദിക് ആശുപത്രിയിലെ ഡോക്ടർ നസീർ ആണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. തൃശൂർ കരുവന്നൂരിൽ താമസിക്കുന്ന നസീർ തളിക്കുളം കച്ചേരിപ്പടി സ്വദേശിയാണ്. ഇടശ്ശേരി മാപ്പിള ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചർ ആയിരുന്ന പരേതിയായ ബീവിക്കുട്ടിയുടെ മകനാണ്. ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് അധികൃതർ. ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 100 ആയി ഉയർന്നു. 7300 മുറികളും ഒരുക്കിയതായി പൈതൃക വിനോദസഞ്ചാര വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. സലാല, താക്ക, മിർബാത്ത് എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടലുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു. സേവന മികവിലും സന്നദ്ധതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് മേഖലയിലെ വികസനങ്ങളെന്ന് ദോഫാറിലെ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ സബാബൂദ് പറഞ്ഞു. ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി മന്ത്രാലയം പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 19 വർഷം ബദൽ അൽ സമ ഹോസ്പിറ്റൽ മാനേജർ ആയിരുന്ന കണ്ണൂർ സ്വദേശി മനോജ് കുമാറിനെ ബാത്തിന സൗഹൃദവേദി ആദരിച്ചു. ബാത്തിന മേഖലയിലെ സാമൂഹിക സാംസ്കാരിക കലാ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞുനിന്ന മനോജ് കുമാർ തന്റെ ആതുര ശുശ്രൂഷ മേഖലയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ ആഘോഷപൂർവ്വം ചെലവഴിച്ച് ഒമാനിലെ സ്വദേശികളും വിദേശികളും. 5 ദിവസം തുടർച്ചയായി ഒഴിവ് ലഭിച്ച പെരുന്നാളിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് ചൂട് വില്ലനാകുന്നുണ്ടെങ്കിലും എല്ലാം മറികടന്ന് വിനോദ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുകയാണ് സഞ്ചാരികൾ. പെരുന്നാളിന്റെ ആദ്യ ദിനം മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ദോഫാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. ജബൽ അക്തറിലും ജബൽ ഷംസിലും സന്ദർശകർ കുറവല്ല. മസ്കത്തിലെ ബീച്ചുകളിലും കോർണിഷുകളിലുമാണ് നിരവധി പേർ ഒഴുകിയെത്തിയത്. പാർക്കുകളിലും നൂറുകണക്കിന് പേരെത്തി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ അതിനിർണായക മത്സരത്തിൽ ഒമാൻ നാളെ ഫലസ്തീനെ നേരിടും. ഒമാൻ സമയം രാത്രി 10:15 ജോർദാനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ ദിവസം അമ്മാനിലെത്തിയ ഒമാൻ ടീം കോച്ച് റഷീദ് ജാബിറിന് കീഴിൽ കഠിന പരിശീലനത്തിലാണ്. കഴിഞ്ഞ ദിവസം മസ്കത്തിൽ നടന്ന മത്സരത്തിൽ ജോർദാനെതിരെ ഒമാന് കനത്ത തോൽവി വഴങ്ങിയിരുന്നു.
ഏകപക്ഷീയമായ 3 ഗോളിനാണ് ജോർദാൻ ചെമ്പടയെ വീഴ്ത്തിയത്. ജോർദാൻ സ്റ്റാർ സ്ട്രൈക്കർ അലി ഒൽവാന്റെ ഹാട്രിക് പ്രകടനമാണ് സന്ദർശകർക്ക് മിന്നും വിജയമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.